ഇപ്പൊ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചു ഇനി വേണ്ട കടുത്ത വെയില് ഇത്ര ബുദ്ധിമുട്ട് ഒക്കെ വീണിട്ടും വീണ്ടും ഓടിക്കാൻ കാണിച്ച ഒരു ഇതുണ്ടല്ലോ, അത് ആരെ കാണിച്ച വാപ്പായാണോ മോളാണോ? മോളാണ്. എല്ലാവരും കൈയടിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓരോ നിമിഷവും തീർച്ചയായിട്ടും നിങ്ങൾ ആകാംക്ഷയോടെ ഇരുന്ന് കാണുന്ന ഒരു വീഡിയോ ആണ്. അതിന് പ്രധാനപ്പെട്ട കാരണം വെറും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആയിഷ മർവ എന്ന് പറയുന്ന ഒരു കോഴിക്കോട്ടുകാരുടെ കുതിരോട്ട മത്സരത്തിൻ്റെ ഏതാനും ത്രില്ലടിപ്പിക്കുന്ന ചില ഭാഗങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ആകാംക്ഷാഭരിതമായ ഒരു കുതിരോട്ട മത്സരമാണ്. നിങ്ങൾ കണ്ടതുപോലെയല്ല. ഈ വീഡിയോ കാണുന്ന സമയത്ത് ഓരോ നിമിഷവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെഞ്ചടക്കി പിടിച്ചിരുന്ന് മാത്രമേ ഈ വീഡിയോ കണ്ടു തീർക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വ്യത്യസ്തമാണ്. ചില ആൾക്കാർക്ക് പഠിത്തത്തിലായിരിക്കും ഒരുപാട് ബുദ്ധി ഉണ്ടാവുക, ചില ആൾക്കാർക്ക് സ്പോർട്സിലായിരിക്കും, അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ കുക്കിങ്ങിലായിരിക്കാം, പല കാര്യത്തിൽ ചില ആൾക്കാർക്ക് ചിത്രരചനയിലായിരിക്കാം, ചില ആൾക്കാർക്ക് പ്രസംഗത്തിലായിരിക്കാം. നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് എന്തിലാണോ താല്പര്യം ആ ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നാളെ ഭാവിയുടെ ഒരു വാഗ്ദാനമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളതിനെ ചില മാതാപിതാക്കൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് കുരുന്നിലെ അവരുടെ താല്പര്യങ്ങളെ അടിച്ചു കെടുത്തുക എന്നുള്ളതാണ്. എന്നിട്ട് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എല്ലാം പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അവരെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്താണ് ആ കുട്ടികൾ പഠനത്തിൽ വളരെ പുറകിലോട്ട് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഈ ഹോഴ്സ് റേസിനോട് താല്പര്യമുള്ള എത്ര ആളുണ്ട് എന്ന് എനിക്കറിയില്ല. ബൈക്ക് റേസിംഗ്, കാർ റേസിംഗ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഒരു വെറൈറ്റി ആണ്. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ശ്വാസം അടക്കി പിടിച്ചിരുന്ന് മാത്രമേ നിങ്ങൾക്ക് അവസാനം വരെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആദ്യ അറ്റംപ്റ്റ് തീർച്ചയായിട്ടും ആദ്യ മത്സരത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയിഷ മർവ എന്ന് പറയുന്ന ആ കോഴിക്കോട്ടുകാരി പങ്കെടുത്തിട്ട് കുതിരയെ ഓടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആദ്യത്തെ രംഗം തീർച്ചയായിട്ടും നമുക്കൊന്ന് കാണാം. അടുത്തതായി ട്രാക്കിൽ ആയിഷ മർവ, ആയിഷ മർവ ഒരു പെൺകുട്ടിയാണ് കുതിരയുമായി ട്രാക്കിലേക്ക് എത്തിച്ചേരുന്നത്. ധീര എന്ന് പറയുന്ന കുതിരയുമായി ആയിഷ മർവ ചാലിയാർ ഹോഴ്സ് റൈഡിംഗ് അക്കാദമിയുടെ ധീരയാണ് ട്രാക്കിൽ അടുത്തതായി ഓടാൻ വരുന്നത്. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ആയിഷ മർവ പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓടാൻ കുതിരപ്പുറത്ത് പോകുന്ന സമയത്ത് തന്നെ നിലത്തടിച്ച് വീഴുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ തന്നെ പരാജയമാണ്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് വളരെ സങ്കടം തോന്നി. കാരണം കുതിരപ്പുറത്ത് നിന്ന് വളരെ ദൂരത്തേക്ക് തെറിച്ച് വീഴുന്നതാണ് നമ്മൾ കണ്ടത്. വളരെ ആകാംക്ഷാഭരിതമായ ഒരു സംഭവമായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും മറ്റൊന്നുകൂടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആയിഷ തയ്യാറെടുക്കുന്നത്. തീർച്ചയായിട്ടും രണ്ടാമത്തെ അറ്റംപ്റ്റിനും ആയിഷ പോവുകയാണ്. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം തോറ്റാലൊന്നും പിന്മാറാൻ വേണ്ടി പാടില്ല. ആയിഷ എന്ന് പറയുന്ന ഇയാൾ ഇതിന് മുന്നേയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കുതിരോട്ട മത്സരങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ ഉപ്പയാണ് ഇതിന് ട്രെയിനിങ് കൊടുക്കുന്നത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. തീർച്ചയായിട്ടും ആ ബെൽറ്റ് പിടിച്ച് നിൽക്കുന്ന ആളാണ് നമ്മുടെ ആയിഷയുടെ ഉപ്പ. തീർച്ചയായിട്ടും അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും ട്രാക്കിലേക്ക് തന്നെ വരികയാണ് ആയിഷ. നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്നുകൂടി കാണാം. കുതിരപ്പുറത്തേക്ക് കയറിയുണ്ട്. രണ്ടാമത്തെ കാഴ്ച തീർച്ചയായിട്ടും നമ്മൾ ഏവരെയും അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. ആ കുതിര ആ ഉപ്പയെയും അതുപോലെ തന്നെ ആയിഷയും എല്ലാം അടിച്ച് വീഴ്ത്തുന്ന രംഗമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ തടിച്ചു കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകർ പറയുന്നത് ഈ കുതിരയുമായിട്ട് ഓടണ്ട എന്നും അത്രക്കും അപകടം പിടിച്ച അല്ലെങ്കിൽ ടെമ്പറായ കുതിരയാണ് എന്നാണ്. ചില ഈ കുതിരോട്ട മത്സരത്തിൽ അങ്ങ് പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ചില കുതിരകൾ ആ സമയത്ത് ഇങ്ങനെ ടെമ്പറായ സ്വഭാവം കാണിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അവരെ നോർമലാക്കി തണുപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ട്രെയിനർമാർ വീണ്ടും അതിനെ മത്സരത്തിലേക്ക് ഇറക്കുക എന്നുള്ളതാണ്. ഈ ഒരു
സമയത്ത് ആയിഷ അലറി കരയുന്നത് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ആയിഷ ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി തയ്യാറല്ല. അങ്ങനെ സംഘാടകർ അവസാനമായിട്ട് മൂന്നാമതൊരു ചാൻസ് കൂടി നമ്മുടെ ഈ ആയിഷ മർവക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഉപ്പ കുതിരയെ മൂന്നാമതും ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് ആ മൂന്നാമത്തെ പ്രാവശ്യം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അതുകൂടി കാണാം. കാരനായ കുതിരയാണ്, ഒരു കുഴപ്പം പിടിച്ച കുതിരയാണ്. അപ്പോൾ അതിലും പരാജയപ്പെടുന്ന വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ്. അത്രയ്ക്കും ആഗ്രഹത്തോടു കൂടിയാണ് ആയിഷ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. അത് കുഴപ്പം പിടിച്ച കുതിരയാണ് എന്നും ഈ മത്സരവുമായിട്ട് മുന്നോട്ട് പോകരുത് എന്ന് കാണികളുടെ ഭാഗത്ത് നിന്ന് തന്നെ സംസാരമുണ്ടാവുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിലും ആ കുതിര ടെമ്പറാണ്, ഒരിക്കലും അത് അനുനയത്തിന് തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷമുള്ള കാഴ്ചകളാണ് നമ്മളെ ഏക സങ്കടപ്പെടുത്തുന്നത്. കാരണം ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഒന്നാമത്തെ പ്രാവശ്യം പരാജയപ്പെടുകയാണ്, രണ്ടാമത്തെ പ്രാവശ്യവും ആയിഷ പരാജയപ്പെടുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഇതാ മൂന്നാമത്തെ പ്രാവശ്യവും ആയിഷ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷമുള്ള കാഴ്ചകളാണ് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ വെക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ്. ഈ കുതിരോട്ട മത്സരത്തിൽ നിന്നും പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് ആയിഷ അവരുടെ ഫാമിലിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഉമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. ഉമ്മ മകളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ മകൾക്ക് ഒരുപാട് വേദന പറ്റിയിട്ടുണ്ട്. കാരണം നിങ്ങൾ കണ്ടു കാണും, ഞാൻ പറഞ്ഞതുപോലെ 6ാം ക്ലാസ് പരീക്ഷ എഴുതി 7ാം ക്ലാസ്സിലേക്ക് പാസ്സായി നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ ആയിഷ മർവ എന്ന് പറയുന്ന ഈ കോഴിക്കോട്ടുകാരി. ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നിട്ട് ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് തന്നെ ഇന്നലെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. തീർച്ചയായിട്ടും ആ മത്സരത്തിൽ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് യാതൊരു കണക്കിനും ആ കുതിര ഓടാൻ വേണ്ടി തയ്യാറാവുന്നില്ല. വളരെ ടെമ്പറായ ഒരു അവസ്ഥയാണ്. കാരണം ഉപ്പ ശ്രമിച്ചിട്ടും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ ട്രെയിനർമാർ വന്നു പോയാലും ആ കുതിരയെ ശ്രമിച്ചിട്ടും ആ കുതിര ഓടാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ആ കുട്ടിയെയും അതുപോലെ തന്നെ ഉപ്പയെയും എല്ലാം അടിച്ച് താഴെയിടുന്ന വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷം ആയിഷ മർവ ഉമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ ആ ഉമ്മയോട് ആയിഷ പറഞ്ഞ ആഗ്രഹം കേട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ഞെട്ടിപ്പോകും. ആ ആയിഷ ഉമ്മയോട് പറയുകയാണ്, ഉപ്പയോട് പറ, എനിക്ക് ഒന്നുകൂടി ഓടാൻ വേണ്ടി പോകണമെന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുന്ന ആ ഒരു രംഗം തീർച്ചയായിട്ടും നമുക്ക് ഈ വീഡിയോൻ്റെ അവസാനം കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ആ മോളുടെ അഭിപ്രായ പ്രകാരം തീർച്ചയായിട്ടും അവരെ കൂടി നിൽക്കുന്ന, ഞാൻ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ജനങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം 1 2 3 പ്രാവശ്യം പരാജയപ്പെട്ടിട്ടും അതുപോലെ തന്നെ തല അടിച്ച് കാലടിച്ച് നെഞ്ഞടിച്ച് നിലത്ത് വീണിട്ടും ആയിഷ മർവ എന്ന് പറയുന്ന ആ പൊന്നുമോൾ ഈ മത്സരത്തിൽ നിന്ന് വിടവാങ്ങാൻ വേണ്ടി തയ്യാറല്ല. തീർച്ചയായിട്ടും എനിക്ക് ഓടണം, ഒരു പ്രാവശ്യമെങ്കിലും ആ കുതിരപ്പുറത്ത് ഓടണം എന്നുള്ള ആഗ്രഹപ്പുറത്ത് വീണ്ടും ആ ഉപ്പയ മകളെയും കൂട്ടി ട്രാക്കിലേക്ക് പോകുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നെഞ്ചകം അടക്കി പിടിച്ചുകൊണ്ട് ആ പ്രേക്ഷകർ 100 കണക്കിന് ആൾക്കാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രംഗം. തീർച്ചയായിട്ടും അതാ ആയിഷ കുതിരപ്പുറത്ത് കയറി ഓടുകയാണ്. തീർച്ചയായിട്ടും ജനമനസ്സുകളിലേക്കാണ് ആയിഷ എന്ന് പറയുന്ന ആ പൊന്നുമോൾ ഓടിക്കേറിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും സന്തോഷജനകമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ആ ഓട്ടത്തിൽ മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളതല്ല, ആ മകൾ തീർച്ചയായിട്ടും ഒന്ന് ഓട്ടിക്കാണിക്കണം എന്നുള്ളത് അവിടെ കൂടി നിന്ന എല്ലാ പ്രേക്ഷകരുടെയും കമ്മിറ്റിക്കാരുടെയും അതുപോലെ തന്നെ ആ നാട്ടുകാരുടെയും എല്ലാം ഒരു ആവശ്യമായി മാറി. കാരണം അത്രയ്ക്ക് ശ്രമിച്ചിട്ടും ആ പൊന്നുമോൾക്ക് അത് സാധിക്കാതെ വന്നപ്പോൾ ഒരു നിരാശ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതിൽ നിന്ന് ഇത്ര മാത്രമാണ്. ഞാനിതൊരു മോട്ടിവേഷൻ എന്ന നിലയ്ക്കാണ് തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഉമ്മമാരും അതുപോലെ തന്നെ എല്ലാ പെൺകുട്ടികളും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ചെറിയ പരാജയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തോറ്റ് പിന്മാറാറാണ് പതിവ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ആയിഷ എന്ന് പറയുന്ന ഈ 12 വയസ്സുള്ള ഈ മോളുടെ ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ശ്രമിച്ചാൽ നേടാൻ പറ്റുന്നതാണ് വിജയമെന്ന് യാതൊരു കാര്യവുമില്ല. മമ്മൂട്ടിയൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പ്രീഡിഗ്രിയൊക്കെ അദ്ദേഹം തോറ്റു എന്ന് പറയുന്നത്. അതിനുശേഷം തീർച്ചയായിട്ടും നമ്മൾ ഒരു കാരണവശാലും പിന്മാറാൻ വേണ്ടി പാടില്ല.
ഈ തോൽവി എന്ന് പറയുന്നത് വിജയത്തിൻ്റെ മുന്നോടിയാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്കത് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. അതുപോലെ തന്നെ അവസാനമായിട്ട് ആരുടെ താല്പര്യപ്രകാരമാണ് 2, 3, 4 പ്രാവശ്യം വീണതിന് ശേഷം ഈ കുതിരോട്ടത്തിലേക്ക് തുടരാൻ വേണ്ടിയിട്ട് അവർ തീരുമാനമെടുത്തത് എന്ന് നമ്മുടെ ആയിഷ അവിടെ ഉപ്പ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ അവരുടെ പ്രതികരണത്തോടുകൂടി നമുക്ക് വീഡിയോ അവസാനിപ്പിക്കും. ഇപ്പൊ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചു ഇനി വേണ്ട കടുത്ത വെയില്, ഇത്ര ബുദ്ധിമുട്ട് ഒക്കെ വീണിട്ടും വീണ്ടും ഓടിക്കാൻ കാണിച്ച ഒരു ഇതുണ്ടല്ലോ, അതാണ്. അത് ആരെ കാണിച്ച, വാപ്പായാണോ മോളാണോ? മോളാണ്. എല്ലാവരും കൈയടിക്കുന്നു. ഞാനും ഒരു നിമിഷത്തേക്ക് വേണ്ട എന്നൊന്ന് ചിന്തിച്ചു പോയി. മോളെ പേടിണ്ടായില്ല എത്രയൊക്കെ വീണിട്ടു? കരഞ്ഞുകൊണ്ട് വരണ ഞാൻ കണ്ട്, ഓടിക്കാൻ പറ്റാതിട്ട് കരഞ്ഞുകൊണ്ട് ആ ട്രാക്കിൽ നിന്ന്. എന്നിട്ടും ഞാൻ വാപ്പായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞു ഇനി ഓടിക്കണോന്നാണ് മോള് പറഞ്ഞെന്ന് പറഞ്ഞു. ഓടിച്ചപ്പോ എങ്ങനെ ഉണ്ടായി? മോള് ഓടിച്ചപ്പോഴേ സത്യം പറയാലോ, വാപ്പ ഇത് വല്യപ്പ ആയിരിക്കുന്നു, വല്യമ്മ ഓടിച്ചു കഴിഞ്ഞപ്പോ തന്നെ എന്നോട് പറഞ്ഞു മോള് ഓടിച്ചെന്ന്. നിങ്ങളുടെ ഫാമിലിയുടെ മാത്രമല്ല ഈ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഓടിച്ചു കാണണമെന്നുണ്ടായി. ഇതിനു മുമ്പും പല പ്രാവശ്യം ഓടിച്ചിട്ടില്ലേ? എവിടെയൊക്കെ ഓടിച്ചിട്ടുണ്ട്? അവിടെയൊക്കെ ഓടിച്ചിട്ടുണ്ട്. അതും ഈ കുതിരയാണോ? എന്താ കുതിരയുടെ പേര്? ധീര. ഈ കോഴിക്കോട് എവിടെയായിട്ടാണ് നിങ്ങൾ ഇത് പഠിക്കണേ? ഞാനാ പഠിപ്പിക്കുന്നത്. എത്ര വർഷമായി കാണും ഇപ്പൊ? ഒരു 3-4 വർഷം ആയി. അല്ലേ? ഇത് ഇളയത്. ഇത് എങ്ങനെ മോൾക്ക് ഇങ്ങനെ ഒരു ഹോഴ്സ് റൈസിങ്ങിനോട് താല്പര്യം? ചെറുപ്പത്തിലെ താല്പര്യം. ഇപ്പൊ എന്തിനാ പഠിക്കണേ? സ്കൂളിൽ 7ാം ക്ലാസ്. 7ാം ക്ലാസ്സിന്. അപ്പൊ പാസ്സായി. അപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാം അൽഹംദുലില്ലാ നിക്കാണ്. ഇനിയിപ്പോ നാട്ടിലേക്ക് പോവും. എപ്പോ വന്നു ഇവിടെ? ഇന്നലെ രാത്രി വൈകിട്ട്. ഇനിയിപ്പോ ഇവിടെ നിന്ന് തിരിക്കും. എല്ലാം ഫാമിലിയിൽ എല്ലാവരും ഉണ്ട്. ഉമ്മ എങ്ങനെയുണ്ടായി? ഏത്? അത് പെങ്ങള്, ഇത് വല്യമ്മ. ഉമ്മ എവിടെയാ? ഐഷ മറുപാടെ അവിടെ ഇരിക്കുന്നു. ഉമ്മ ഓടി വാ. എല്ലാവരും ഉണ്ട്. ഒരുപാട് പേര് കൈകൊട്ടി. അതുപോലെ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന സംഭവമാണ്. കാരണം ഒന്ന് ഞാൻ പറയാട്ടോ, ഇത്തരം വീഴ്ച ഉണ്ടായിട്ടും അതിന്ന് കേറിപ്പോന്നില്ലേ, ആ ഒരു ഗട്സ് അത് എല്ലാവർക്കും ഉണ്ടാവുന്ന സംഭവമല്ല. ഉപ്പ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഉപ്പ പറയുകയാണ്, എൻ്റെ അഭിപ്രായ പ്രകാരമല്ല, ആയിഷയാണ് പറഞ്ഞത്. എനിക്ക് വീണ്ടും വീണ്ടും അതിന് പുറത്ത് കയറണം, എനിക്ക് ഓട്ടിക്കണമെന്ന് പറഞ്ഞത് ആയിഷയാണ് എന്ന് പറയുകയാണ്. ആയിഷ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കേണ്ട, ആദ്യത്തെ തവണയൊന്നുമല്ല അവർ കുതിരോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ മുന്നേ നിലമ്പൂർ, വയനാട് എന്നീ സ്ഥലങ്ങളിലെല്ലാം കുതിരോട്ട മത്സരം നടന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ പങ്കെടുത്തിരുന്നു. അവരുടെ കുതിരയുടെ പേര് ധീര എന്നാണ്. തീർച്ചയായിട്ടും ആ ധീരത തീർച്ചയായിട്ടും കുതിരയേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും ഈ ആയിഷ മറുവ എന്ന് പറയുന്ന മകൾക്കാണ് എന്ന് എനിക്ക് മനസ്സിലായി. അത്രയും സ്നേഹമുള്ള ഒരു ഉപ്പയാണ്. ഈ ഉപ്പയാണ് ഈ മകളെ ട്രെയിൻ ചെയ്യിക്കുന്നത്. ഏകദേശം 2-3 വർഷമായി ഈ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക്. അതുപോലെ തന്നെ ഈ പൊന്നുമോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മനസ്സിലേക്കാണ്, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിലേക്കാണ് തീർച്ചയായിട്ടും ഓടിച്ചു കയറി എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും വരും ഭാവി ദിവസങ്ങളിൽ ഇവിടെ സിനിമയിലടക്കം തീർച്ചയായിട്ടും അത്തരം ഒരുപാട് സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നല്ല മകളാണ്. ആ മകളുടെ ഒരു സ്നേഹവും അതുപോലെ തന്നെ ആ ഒരു നിശ്ചയദാർഢ്യവും തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെല്ലാവരും കണ്ടു പഠിക്കുക തന്നെ വേണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.